ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജാതികളെ പൂർണ്ണമായി നീക്കിയില്ല. കാരണം ഇപ്പോഴുള്ള ഇസ്രായേലിൻ്റെ ഈ തലമുറ യുദ്ധം അഭ്യസിച്ചിട്ടില്ല. ഇവരുടെ പിതാക്കന്മാരൊക്കെ യുദ്ധം ചെയ്തിട്ടാണ് ഈ ദേശം അവർ കൈവശമാക്കിയത്. എന്നാൽ ഇപ്പോഴുള്ള അവരുടെ മക്കളും കൊച്ചുമക്കളുമാണ് അവർ യുദ്ധം അഭ്യസിച്ചിട്ടില്ല. അവർ യുദ്ധം അഭ്യസിക്കാൻ വേണ്ടി ദൈവം ജാതികളെ അവരുടെ ഇടയിൽ നിന്ന് പൂർണ്ണമായി നീക്കിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ക്രൈസ്തവ ജീവിതവും വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നതും ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുന്നതും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായ സമയത്താണ്. പിശാചിനോട് യുദ്ധം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തന്മാരായിട്ട് മാറുന്നത്. യാക്കോബിൻ്റെ ലേഖനം 12-ാം അധ്യായം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പരീക്ഷ നൽകുന്നത് കൊള്ളാവുന്നവനായി തെളിയാനാണ്. കൊള്ളാവുന്നവനായി ഒരുവനെ തെളിയിക്കുന്നത് അവന് ജീവകിരീടം നൽകുവാനാണ്. പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോൾ, ശത്രുഭയം ഉള്ളപ്പോഴാണ് നമ്മൾ അലേർട്ടായിട്ട് ഉണർവുള്ളവരായി നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും വളരെ അലേർട്ടായിട്ടിരിക്കും 24 hours. ആയതുപോലെ ജീവിതത്തിൽ ദൈവം നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ തരുന്നത് നമ്മളെപ്പോഴും ഉണർവുള്ളവരായിരിക്കുവാനും നമ്മൾ കൂടുതൽ ശക്തന്മാരാകുവാനും വേണ്ടിയിട്ടാണ്. പ്രധാനമായ 5-6 രാജ്യങ്ങളാണ് ഇവർക്ക് ശത്രുക്കളായിട്ടുള്ളത്. ഒന്ന് കനാന്യര്, ഹിത്യര്, അമ്മോന്യര്, പെരിസ്യര്, ഹിവ്യര്, ജബൂസ്യർ. ഇവരെന്ത് ചെയ്തു? ആ ജാതികളുമായിട്ട് ഇവർ ഇടകലർന്നു. അവരുടെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഇവരുടെ പെൺമക്കളെ അവർക്ക് വിവാഹം അങ്ങനെ കഴിപ്പിച്ചു കൊടുത്തു. അത് മുഖാന്തരം അവർ ജാതീയമായ വിശ്വാസത്തിലേക്ക് പോവുകയും അവരുടെ ദേവന്മാരെ ആരാധിക്കുവാൻ പ്രേരിതരായിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ യഹോവയായ ദൈവത്തിന് കോപമുണ്ടാവുകയും ആ ജാതികൾ ഇവരെ പീഡിപ്പിക്കുകയും ഇവർ ദൈവസ്ഥാനത്തിൽ കരയുകയും ചെയ്തു. ദൈവസ്ഥാനത്തിൽ ഇവർ കരയുകയും വിലപിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെ രക്ഷിക്കുവാൻ വേണ്ടി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കാൻ 1-ാമത്തെ ന്യായാധിപൻ്റെ പേരിലൂടെ പറയുന്നു, ഒത്നിയേൽ. ഇന്നലെ നമ്മൾ കണ്ടതാണ്. കാലേബിൻ്റെ സഹോദരനായ കെനാസിൻ്റെ മകനും തൻ്റെ മരുമകനും കൂടിയാണ് ഈ ഒത്നിയേൽ. അവർ ജാതികളെ നീക്കം ചെയ്ത് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് സംരക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നവന് ന്യായാധിപന്മാർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവം അവരോടുകൂടെ ഇരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു എന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ നമ്മുടെ മേൽ വന്നാൽ അതിനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. പരിശുദ്ധ മാമോദീസായിൽ നമുക്കൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ്. പക്ഷേ ആ ആത്മാവിനെ നമ്മൾ പ്രവർത്തനരഹിതമായി നമ്മുടെ അലസത മുഖാന്തരം, പാപചിന്തകൾ മുഖാന്തരം ഒക്കെ ആ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി കളയുകയാണ്. നമുക്കറിയാം, അഗ്നി അത് ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചാരം മൂടത്തില്ല. അത് ജ്വലിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ചാരം മൂടും. ചാരം മൂടി കുറേ നാൾ കഴിയുമ്പോൾ, കുറേ നേരം കഴിയുമ്പോൾ ആ അഗ്നി കെട്ടുപോവുകയും ചെയ്യും. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ചതായ ആത്മാവിനെ പ്രാർത്ഥന കൊണ്ടും ദൈവവചനം കൊണ്ടും ദൈവവചന ധ്യാനത്തിലൂടെയും ഒക്കെ നമുക്ക് അതിനെ ശക്തമാക്കുവാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ അതിനെ ജ്വലിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവ് നമുക്കറിയാം ദൈവപുത്രനാണ്, പരിശുദ്ധാത്മാവിനാൽ ജാതമായവനാണ്. എന്നാൽ സ്നാന സമയത്ത് കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുകയും കർത്താവ് കൂടുതൽ ശക്തിപ്പെടുകയും
അന്നു മുതൽ താൻ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുകയും അതിനുശേഷം പ്രാർത്ഥനയാലും പിതാവിനോടുള്ള ബന്ധത്തിൽ ആത്മാവിനെ സജീവമായി തന്നിൽ നിലനിർത്തുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിച്ചതെങ്കിൽ നമുക്കും എത്രയോ അധികം. അതുകൊണ്ട് ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് വിചാരിച്ച് എന്നും അങ്ങനെ ആകണമെന്നില്ല. ദാവീദ് പ്രാർത്ഥിച്ച പോലെ നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് നീ എടുത്തു കളയരുത്, എപ്പോഴും എനിക്ക് നൽകണമേ, അത് എന്നിൽ സജീവമായി പ്രവർത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിന് പ്രവർത്തിക്കാനുള്ള മുഖാന്തരം നമ്മൾ ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് സജീവമായി ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഒത്നിയേൽ അവരെ അവിടെ നിന്ന് ഇത് രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം വീണ്ടും ഇസ്രായേൽ ജനം പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടാമത് അവരെ മറ്റ് ജാതികളൊക്കെ അവരെ പീഡിപ്പിച്ച സമയത്ത് എഴുന്നേൽപ്പിച്ച ആ ന്യായാധിപൻ്റെ പേരാണ് പറയുന്നത് യഹൂദ് വിജാതിയ ഒരു രാജാവിനെ കൊന്നുകളയും ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് എഴുന്നേൽപ്പിച്ച ആളാണ് ഷംഗാർ. ഇങ്ങനെ ഓരോ സമയത്തും ഇസ്രായേൽ ജനം പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരു പാപത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച പാപം വീണ്ടും നമ്മിലേക്ക് തന്നെ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതിനെ വീണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ദൈവികമായ ശക്തി കൊണ്ടും നമുക്കതിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വീണ്ടും നമ്മളെ കീഴ്പ്പെടുത്തും. അങ്ങനെയുള്ളൊരു പോരാട്ടമാണ് ക്രൈസ്തവ ജീവിതം മുഴുവനും. കാരണം പൈശാചികമായ പ്രകോപനങ്ങളെയൊക്കെ എപ്പോഴും നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഒരു ചരിത്രം നമ്മൾ കാണുന്നത്, ആദ്യം അവർ ദൈവവിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറുന്നു. അതിൻ്റെ പരിണതഫലമായി അവർ ശിക്ഷ അനുഭവിക്കുന്നു. ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അവർ വിലപിക്കുകയും കരയുകയും യാചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അവരെ സംരക്ഷിക്കുന്നു. ഇതിങ്ങനെ നിരന്തരമായ ഒരു വൃത്തം പോലെ അവരെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യുന്നു, തെറ്റെന്ന് ബോധ്യമാകുമ്പോൾ മാനസാന്തരപ്പെടുന്നു, വീണ്ടും നമ്മൾ അതേ പാപം തന്നെ നമ്മൾ ചെയ്യുന്നു. അതല്ല ദൈവം നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തോടൊപ്പമായിരിക്കുവാനാണ്, പാപത്തെ ജയിക്കുവാനാണ്. നമ്മുടെ നോമ്പ്, ഉപവാസവും പ്രാർത്ഥനകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെതായ ദിവസങ്ങളിൽ ഇപ്രകാരമുള്ള ഇസ്രായേലിൻ്റെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുവാനും അതനുസരിച്ച് ദൈവം ആത്മാവിൽ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.